ഇതോടെ ഇത്രയും തിരക്കോ വണ്ടിയിൽ, ഷെയർ ടാക്സിയിൽ? അവിടെ ഉടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ സമയം 12:30. ഇപ്പോൾ ഞാൻ നേപ്സറായിലാണുള്ളത്. നേപ്സറായി ഫ്രീഡം ഫാക്ടർ എൻക്ലേവിലാണ് ഉള്ളത്. ഇന്നലെ ഒലായിൽ 16 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഊബർ ലോഗിൻ ചെയ്ത് ഊബറിലൊരു 10 ട്രിപ്പ് അങ്ങ് എടുത്തു. അത് കാരണം ഒലായിലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ ഒലായിലെ 300 രൂപ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഊബർ ലോഗിൻ ചെയ്യുന്നില്ല, ഓലയാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. ഓലയിൽ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു, സീമന്ത്. ലാജ്പത് നഗറിനാണ് ഈ ട്രിപ്പ്. 3546 13 കിലോമീറ്റർ 145 മിനിറ്റ്. ഒത്ത നടക്ക് നല്ലൊരു കുഴി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 92 റുപ്പീസാണ് നമുക്ക് 13 കിലോമീറ്ററിന് കിട്ടിയത്. 7 രൂപ പെർ കിലോമീറ്ററിന് വെച്ച് കിട്ടി ഒരു ട്രിപ്പിന്. അങ്ങനെ ഞാനിപ്പോൾ ലാജ്പത് നഗറിലെത്തി. ഇവിടെ വന്നിപ്പോൾ 5 മിനിറ്റായി, ട്രിപ്പൊന്നും വരുന്നില്ല. ഇപ്പോൾ പിന്നെ ഊബർ ഓണാക്കി ഊബറിലൊരു ട്രിപ്പ് കിട്ടി അൻസാരി നഗറിലേക്ക്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. കസ്റ്റമർ ഇവിടെ ഉണ്ട്. ₹41 ട്രിപ്പാണ്. നെക്സ്റ്റ് 7502. हेलमेट से थोड़ा बढ़िया वाला रखो यार. 50% लोग नहीं पहनता है, फिर क्या है, क्या करेगा? क्या रे, 50% लोग पहनते नहीं हैं. 4.7 किलोमीटर 16 मिनट. हाँ नहीं सारा. चारों तरफ से गिरा हुआ है. लोकाई ओके, ठीक है, थैंक यू. हाँ जी, आ रहा हूँ. 4 मिनट. അങ്ങനെ ഊബറിലെ രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞു. 46 രൂപയാണ് നമുക്ക് ഊബറിലെ രണ്ടാമത്തെ ട്രിപ്പിന് കിട്ടിയത്. ഇപ്പം നമ്മൾ എയിംസിനകത്താണുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഓലായിൽ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ട്രിപ്പാണ്, പക്ഷേ പിക്കപ്പ് ഇച്ചിരി ലോങ്ങാണ് കാണിക്കുന്നത്. ഷോർട്ട് കട്ട് എടുത്ത് പോകാം. ഇതിനകത്ത് 9 മിനിറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു കസ്റ്റമർ എന്നെ വിളിച്ച് ചോദിച്ചത് എത്ര സമയം കൊണ്ട് വരുമെന്ന്. ഇപ്പം ലാസ്റ്റ് സെക്കൻഡ് ട്രിപ്പ് എടുത്ത കസ്റ്റമർ, പുള്ളിക്കാരൻ്റെ വൈഫ് മുകളിൽ എന്ന് പറയുന്നു നല്ല ഹെൽമെറ്റ് വെക്കാൻ വണ്ടിയിൽ. എൻ്റെ ഈ ഹാഫ് ഹെൽമെറ്റ് അല്ലേ. ഞാൻ പറഞ്ഞു വണ്ടിയൊക്കെ കയറുന്ന 50%. ഇവരൊക്കെ ക്രോസ് ചെയ്യുന്ന നോക്കി. വണ്ടിയൊക്കെ കയറുന്ന 50% ആൾക്കാരും ഹെൽമെറ്റ് വെക്കാറില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നല്ല ഹെൽമെറ്റ് കൊണ്ട് വന്നിട്ട് എന്നാ കാര്യം. ഇനിയിപ്പോൾ ചൂടാകുമ്പോഴുണ്ടല്ലോ ആളുകൾക്ക് ചൂടെടുക്കും ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ. അത് കാരണം
ആളുകൾ ഹെൽമെറ്റ് വെക്കത്തില്ല. 7321 ഓക്കെ. मार्केट पे जाना है ना? ये आगे फ्रंट साइड पे. कितने का? അങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് 27 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിപ്പ് കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. നമ്മളിപ്പോൾ സരോജിനി നഗർ മാർക്കറ്റിലെത്തി. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ട്രിപ്പ് റിട്ടേൺ കിട്ടിയാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഇതുവരെ 150 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. ഇനിയിപ്പോൾ ഹോളി ആയതുകൊണ്ടാണ് തോന്നുന്നത് മാർക്കറ്റിൽ നല്ല തിരക്കായിട്ടുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോഴിവിടുന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ചൂടിൻ്റെ ഡ്രസ്സിൻ്റെ കച്ചവടമാണ്. അങ്ങനെ ഇപ്പോൾ സമയം 4 മണിയായി. ഇതുവരെ കണ്ടിന്യൂ ഊബറിലെ ട്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ 3 മണിയായപ്പോൾ ഇവിടെ വന്നാൽ ഓലയിൽ ട്രിപ്പ് വരാൻ ഊബർ ഓണാക്കി ഊബർ കണ്ടിന്യൂ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും നേരം. അങ്ങനെ ഒരു കറക്കം കറങ്ങി തിരിച്ചിവിടെ വന്നു. മാൾവി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലെത്തി. ഇപ്പം നമുക്ക് മാൾവി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടി. അങ്ങനെ അവസാനം എത്തി. അഞ്ച് മിനിറ്റ് ഞാൻ ഇവിടെ നോക്കിയിരുന്നു. 7009. ഓക്കെ. അങ്ങനെ 27 രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ 4 മണിക്കൂർ കൊണ്ട് 420 രൂപയ്ക്കാണ് നമ്മൾ ഓടിയേക്കുന്നത് ഇതുവരെ. അങ്ങനെ 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട്. വികാസ് ഹോസ്പിറ്റൽ മെഹറോളി. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മുടെ പാസഞ്ചർ 3451. വെള്ളിക്കെട്ട് ട്രിപ്പായി പോയി. Short. Oh, give me. Okay.
അന്യായ ജാമാണല്ലോ റോഡിന്. അങ്ങനെ നമ്മൾ മാൾവേന്ന് പറയുന്ന അടുത്ത ട്രിപ്പ് എടുത്ത് മെഹ്റോളിലെത്തിയപ്പോൾ 49 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് ഓല തന്നത്. 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായി അതെനിക്ക് മുതലാവത്തില്ല എന്ന് മനസ്സിലായിട്ട് 70 രൂപ വന്നിട്ട് പോയി പുള്ളിക്കാരി. $9 കിലോമീറ്ററിന് 70 രൂപയാണ് നമുക്ക് ആ ഒരു ട്രിപ്പിന് കിട്ടി. ഇപ്പം നമ്മൾ വന്ന് ഇച്ചിരി വെള്ളം കുടിച്ചപ്പോഴത്തേന് അടുത്ത ട്രിപ്പ് കിട്ടി ഊബറിൽ ഹോസ്റാണി മാൾവിനോറിലേക്ക്. ഇതെല്ലാം ഗലി ഗലിയാണ് മൊത്തം. $7016 സീതാ. ഈ മെഹ്റോൾ ഈ ഗളിക്കകത്ത് കയറി കഴിഞ്ഞുള്ള പ്രശ്നം ഇതാ, ഈ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല. ഇതൊക്കെ ഇപ്പം കോൺക്രീറ്റ് ചെയ്തേ ഉള്ളൂ തോന്നുന്നല്ലോ. ലെഫ്റ്റ് ദിസ് സൈഡ്. എൻ്റെ GPS കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയ ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എൻ്റെ GPS വർക്കാവാത്തതിന് പുള്ളിക്കാരിയുടെ മൊബൈലിൽ ലൊക്കേഷൻ ഇട്ടാണ് പോയത്. ഇവിടാണോ ഇവിടുത്തെ ജാമാണോ? ഇവർക്ക് പിന്നെ ഇതിലെ വഴിയെല്ലാം അറിയാവുന്നതുകൊണ്ട് വഴി പറഞ്ഞു തന്നോളൂ. അമ്മച്ചി ഒന്ന് മാറുമോ? മുമ്പിൽ ഒരു ഇക്കോക്കാരൻ വന്ന് പെട്ട്. അങ്ങനെ അവിടെ അങ്ങ് നിർത്തി. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ. അങ്ങനെ ഇപ്പോൾ സമയം 9:30 ഞാനിപ്പോൾ കത്തുവാരിയ സറായിലാണുള്ളത്. ഇന്ന് നമ്മൾ ഊബറിൽ 13 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 559 രൂപയ്ക്ക് ഓടി. ഓലയിൽ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 292 രൂപയ്ക്ക് ഓടി. 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 100 രൂപ ഇൻസെൻറ്റീവ് കയറിയിട്ടുണ്ട്. അങ്ങനെ 392. അങ്ങനെ ടോട്ടൽ മൊത്തം നമ്മൾ 951 രൂപയ്ക്കാണ് ഓടിയത് 9 മണിക്കൂർ കൊണ്ട്. ഈ ഓലയിൽ ട്രിപ്പ് എടുക്കാൻ നോക്കി നിന്ന് ഊബറിലെ കുറേ ട്രിപ്പ് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു. ഊബറിൽ തന്നെ ഓടുമായിരുന്നെങ്കിൽ ഇതിൽ ഏണിങ് ഉണ്ടാക്കാമായിരുന്നു നമുക്ക്. നാളെ മുതൽ നമ്മളിനി ഫസ്റ്റ് പ്രയോറിറ്റി ഊബറിന് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഓലയിൽ ഓടുന്നുള്ളൂ. കാരണം ഓലയിൽ ട്രിപ്പ് നോക്കി നിന്നാലുണ്ടല്ലോ
നമ്മൾ ഊബറിലോടാനുള്ള സമയം കൂടെ കളയുന്നതല്ലാതെ ട്രിപ്പും വരത്തില്ല. എല്ലാം ലോങ് ട്രിപ്പും വള്ളിക്കെട്ട് ട്രിപ്പുമാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വണ്ടി 117 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 117 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് 234 രൂപ പെട്രോളായിട്ടുണ്ട്. 950 234 പോയാൽ 717 രൂപയാണ് നമ്മുടെ ബാലൻസ്. പ്ലസ് നമുക്കൊരു 50 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 767 രൂപയാണ് ഇന്നത്തെ ബാലൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.